തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നൽവരദാനങ്ങൾ നൽകണമേ ഈശോ, നല്ല വഴിക്കെന്നെ നയിക്കണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന ദൈവവചന ധ്യാനത്തിലെ ചിന്താവിഷയം സകലത്തിലും പൂർണ്ണ ജയം നൽകുന്ന യേശു. ജീസസ് ഗീവ്സ് കംപ്ലീറ്റ് വിക്ടറി ഇൻ ഓൾ തിങ്സ്. 1 കൊറിന്ത്യർ 15 22 വാക്യങ്ങൾ. 1 Corinthians chapter 15 verses 22 and 23. For as in Adam all die, so also in Christ shall all be made alive, but each in his own order. Christ the first fruits, then at his coming those who belong to Christ. ആദിയിൽ എല്ലാവരും മരിക്കുന്നവരെ പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പാ, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സകലത്തിലും പൂർണ്ണ ജയം നൽകുന്ന യേശു. ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം ഏറ്റുവാങ്ങാത്തവരായി ആരുമില്ല, ആരും കാണുകയില്ല. കുറെ ജയങ്ങളുടെയും കുറെ പരാജയങ്ങളുടെയും ആകത്തുകയാണ് നമ്മുടെ ജീവിതം. പരാജയത്തിൽ കിടക്കുന്നവനെ ജയിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ക്രൂശിലെ ജയാളി നമ്മുടെ കരം പിടിച്ചാൽ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ചെറുതൊരാമേൻ പറയാം. ആമേൻ. വിശുദ്ധ പൗലോസിന്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. അറിയേണ്ടവന് അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ, തൊടേണ്ടവൻ തൊടേണ്ടതുപോലെ സ്പർശിച്ചപ്പോൾ, ആന്തരിക കണ്ണ് തുറന്നു കിട്ടിയ വിശുദ്ധ പൗലോസ് തൻ്റെ കാൽ പിന്നെ പുറകോട്ട് വെച്ചിട്ടില്ല. തൻ്റെ മുന്നിൽ വച്ചിരുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ, ജയോത്സവമായി കർത്താവിന് വേണ്ടി ഓടുവാൻ, തൻ്റെ ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിനെ സഹായിച്ചു. 3 നിലയിൽ യേശു നമുക്ക് ജയം നൽകുന്നുണ്ട്. ഒന്നാമതായി, പാപത്തിന്മേൽ ജയം. യേശു പാപം അറിയാത്തവൻ. നമ്മുടെ കർത്താവ് യേശു പാപം അറിയാത്തവനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു, കുറ്റമറ്റവനായിരുന്നു. എബ്രായ ലേഖനം 7:26 അതിനുള്ള തെളിവ് പരിശുദ്ധാത്മാവും നമ്മളോട് പറയുന്നത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാവികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപശിക്ഷയെ മാറ്റിത്തന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം വീണ്ടും പറയുകയാണ്, 9 അധ്യായം അതിൻ്റെ 26 വാക്യം, ലോകസ്ഥാപനം മുതൽക്ക് യേശു പലപ്പോഴും
കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവിടുന്ന് ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. നാം അധർമ്മികളായിരുന്നു. യേശു നമ്മെ ശിക്ഷിക്കാൻ വിടാതെ നമുക്ക് പാപത്തിന്മേൽ ജയം നൽകി. ആമേൻ. രണ്ടാമതായിട്ട് നമുക്ക് നൽകുന്ന ജയം, മരണത്തിന്മേൽ ജയം തന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. യേശു മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു. റോമൻ ഗവൺമെന്റ് കല്ലറ സീല് വെച്ച് സൈന്യത്തെ കാവൽ നിർത്തി. എന്നാൽ യേശു മരണത്തെ ജയിച്ചു പുറത്തു വന്നു. വചനം പറയുന്നു 1 കൊരിന്ത്യർ 15:55, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നമ്മുടെ ശരീരം മാത്രമാണ് ഭൗമിക മരണം പ്രാപിക്കുന്നത്. എന്നാൽ അന്ത്യകാഹളം മുഴങ്ങുമ്പോൾ നാം മരണത്തെ തോൽപ്പിച്ച് അവനോട് കൂടെ ചേരും. ശാരീരികമായി മരിക്കുകയില്ല എന്നല്ല, എന്നാൽ മരണത്തിന് നമ്മുടെ ആത്മാവിനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. മണ്ണിൽ ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അതിൽ നിന്ന് മുള വരും. വിത്ത് മുളയ്ക്കുന്ന പോലെ നാം മരിച്ച് മൺമറഞ്ഞു പോയാലും നാം ക്രിസ്തുവിൽ ജീവിക്കും. ആമേൻ. മൂന്നാമതായി കർത്താവ് നമ്മൾക്ക് നൽകുന്ന വിജയം, ജീവിതത്തിൽ സകലത്തിലും ദൈവം പരിപൂർണ ജയം നൽകുന്നു. ജീവിതത്തിലെ യാതൊരു പ്രതിസന്ധികൾക്കും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ സാധ്യമല്ല. കാരണം ഈ പ്രതിസന്ധികളിൽ വിജയം നൽകുന്നത് കർത്താവാണ്. ആ പരിപൂർണ വിശ്വാസമുള്ളവർ പറയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. റോമാലേഖനം 8 അതിന്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നവർ ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സകല കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് നമുക്ക് പരിപൂർണ വിജയം നൽകുന്നു. എങ്ങനെ? ലോകത്തിൽ നമ്മെ സ്നേഹിക്കുന്നവൻ മറ്റാരാണുള്ളത്? 1 കൊരിന്ത്യർ 15 അതിന്റെ 57 വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു ആമേൻ കൂടെ പറയാം. ആമേൻ. ഒരു ആമേൻ കൂടെ പറയാം. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങൾ തരുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ അവിടുന്ന് എപ്പോഴും ജയോത്സവമായി വഴി നടത്തുന്നതിനായി സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം ഭരമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരാജിതരാകാതെ വിജയോത്സവമായി ജയക്കൊടിയായി ഞങ്ങളെ ഉയർത്തി നടത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പുറകോട്ട് പോകാതെ പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് ദൃഷ്ടിവെച്ച് പറഞ്ഞു തരുന്ന ആലോചനയിൽ തന്നെ നടക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും പറ്റിപ്പോകാതെ അത്ഭുതകരമാവണ്ണം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. അപ്പാ, ഒരു വിഷയം പറയുന്നതിന് മുമ്പ് തന്നെ അത് ഇന്നതെന്നറിയുന്ന ദൈവമേ, ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി തന്നിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ തരുന്ന കർത്താവേ, ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ സ്തോത്രം, അവരാഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതത്തിന് കീഴിൽ സ്തോത്രം ക്രിസ്തുവിൽ ജയോത്സവമായി നടക്കുവാൻ മക്കളെ സഹായിക്കണം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വച്ചിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന, വിശേഷാൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും ഈ യാചനയും കേട്ടിരിക്കയാൽ സ്തോത്രപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങേ സ്തുതിച്ചിടുവാൻ പരമേകണമേ ഈശോ, അങ്ങേ വണങ്ങിടുവാൻ
കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമീശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. വചനമയച്ചെന്നെ സുഖമാക്കണമേ ഈശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, പാപഭാരങ്ങൾ അകറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ.